പത്തനംതിട്ടയിൽ കാട് കയറിയ പിടിയാന വീണ്ടും കല്ലാറിന് സമീപം വന്നു. പിടിയാനയോടൊപ്പം ആനക്കുട്ടിയുണ്ട്. തണ്ണിത്തോട് മേഖലയിലുള്ള ആനകളുടെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ ആനകളും കുട്ടിയാനയും ഒക്കെ ആയിട്ട് കാണുന്നുണ്ടല്ലോ. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും ടെലിഫോണിൽ. ശ്രീജിത്ത്, പറയൂ വിവരങ്ങൾ. SKM, ഇത് മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടി കല്ലാറിൽ, തണ്ണിത്തോട് മേഖലയിലെ ആറായ കല്ലാറിൽ നിലയുറപ്പിച്ചിരുന്നു. അത് അവശ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏറെ നേരം വെള്ളത്തിൽ കിടന്ന ശേഷം ഒരു ദിവസം, അതായത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആന ഇവിടെ നിന്ന് മാറി വീണ്ടും വനത്തിനകത്തേക്ക് കയറിപ്പോയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചിരുന്നു. ഇതിന് ഭക്ഷണം എടുക്കാൻ, തീറ്റയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരു മേഖലയിൽ നിരീക്ഷിക്കുമ്പോഴാണ് തൊട്ടടുത്ത മേഖലയിൽ നിന്ന് ആന ഒരു കുട്ടിയാനയും കൊണ്ട്, പിടിയാന ഒരു കുട്ടിയാനയും കൊണ്ട് നേരെ വീണ്ടും ഏതാണ്ട് ജനവാസ മേഖല എന്ന പ്രദേശം ആയ മൂഴിയിലേക്ക് വരുന്നത്. കല്ലാർ മുറിച്ചു കിടന്നിപ്പോൾ റോഡിലേക്ക് കയറാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം നടത്തുന്നുണ്ട്. ആന അവശ നിലയിലാണ്. അതുകൊണ്ട് എന്താണ് ഇതിന് പ്രശ്നം എന്നത് കഴിഞ്ഞ ദിവസം ഡോക്ടർമാരൊക്കെ വന്ന് നോക്കിയിരുന്നു. പൂർണ്ണമായി ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ചികിത്സ ആവശ്യമാണെങ്കിൽ അതും നൽകുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നേരം ആന ഇപ്പോൾ ജനവാസ മേഖലയിലാണ്. ആനയും ഈ കുട്ടിയാനയും ഉള്ളത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ.